ഹായ് ഫ്രണ്ട്സ്, വാരണാസിയിലെ ഗ്യാനുവാവി മസ്ജിദ് സമുച്ചയത്തിൽ ഹൈന്ദവ വിശ്വാസികൾ ഇന്ന് പ്രാർത്ഥന നടത്തി. വാരണാസി കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അത്. അയോധ്യ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ ഞാൻ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു, അയോധ്യ ഒരു തുടക്കമാവാതിരിക്കട്ടെ. പക്ഷേ അത് തന്നെ സംഭവിക്കുന്നു. അയോധ്യ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ഘട്ടം ഘട്ടമായി മുമ്പോട്ട് പോവുകയാണ്. ഇതും ഒരു പ്രാദേശിക കോടതി വിധിയുടെ സഹായത്തോടു കൂടിയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തടയാനാവുകയില്ല. നമുക്കറിയാമല്ലോ, ജഡ്ജിമാർ സ്വാധീനിക്കപ്പെടുന്നു. അതുപോലെ തന്നെ അവർ അവകാശപ്പെടുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടുപിടുത്തമാണ് എന്നാണ്. നമുക്കറിയാം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എത്രമാത്രം വിശ്വസ്തരാണ് എന്ന്. യോഗി ഭരിക്കുന്ന ഉത്തർപ്രദേശില് അവരാവശ്യപ്പെടുന്നത് പോലെ സർവേ റിപ്പോർട്ടുകൾ വരും. അതല്ലാതെ ഒരു നിഷ്പക്ഷമായ സമിതിയുടെയോ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇത് എത്രമാത്രം യാഥാർത്ഥ്യാധിഷ്ഠിതമാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും അയോധ്യ പോലെ ഘട്ടം ഘട്ടമായി മറ്റൊരു ക്ഷേത്രം അവിടെ സംജാതമാവുകയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. അയോധ്യ ഒരു തുടക്കം മാത്രം. അയോധ്യ, കാശി, മധുര, അങ്ങനെ ഇങ്ങോട്ട്. കഴിഞ്ഞ ദിവസം ടി ജി മോഹൻദാസ് RSS നേതാവ് പറയുകയുണ്ടായി, അർത്തുങ്കൽ പള്ളി പണ്ട് ശിവക്ഷേത്രമായിരുന്നു, അത് വീണ്ടെടുക്കുക എന്നുള്ളതാണ് അടുത്ത ദൗത്യമെന്ന്. അങ്ങനെ ഇത് എവിടം വരെ പോകുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, എല്ലാം നന്നായി നടക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.